നാടൻ കോഴി വളർത്തിയിട്ട് നമുക്ക് 4 തരത്തിൽ ലാഭം ഉണ്ടാക്കാം. 4 ചില ആൾക്കാർ നഷ്ടം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ലാഭം ആ ക്വാളിറ്റി അറിഞ്ഞ് വാങ്ങുന്നവരായിരിക്കും ഈ നാടൻ കോഴി മുട്ട ഏരിയയിൽ നമുക്കിത് മാർക്കറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ മാത്രമേ നമ്മൾ ഈ നാടൻ കോഴിയുടെ മുട്ട അവിടെ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നിങ്ങൾ വീഡിയോ ടൈറ്റിൽ കണ്ട പോലെ തന്നെ നമ്മൾ നാടൻ കോഴി വളർത്തിയിട്ട് നമുക്ക് 4 തരത്തിൽ ലാഭം ഉണ്ടാക്കാം. 4 അത് നല്ലോണം കച്ചവടം ചെയ്യാൻ അറിയുന്നതാണ്. പല രീതിയിൽ മാർക്കറ്റ് ചെയ്തിട്ട് പല രീതിയിലുള്ള ആശയങ്ങൾ കണ്ടെത്തിയിട്ട് നമുക്ക് എന്താ പറയണ്ടേ ലാഭത്തിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് 4 തരത്തിൽ നമുക്ക് ഈ നാടൻ കോഴീനെ വളർത്തി നമ്മളെ തനി നാടൻ അടയിരിക്കുന്ന കോഴിയില്ലേ അതിനെ വളർത്തിയിട്ട് നമുക്ക് ലാഭത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം, നമ്മൾ മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യുന്നു അതുപോലെ ഇരിക്കും നമ്മളെ ഈ ബിസിനസ് മുമ്പോട്ടേക്ക് പോകുന്നത്. ചില ആൾക്കാർ നഷ്ടം എന്ന് പറയുന്നുണ്ട്, പക്ഷേ ലാഭത്തിൽ അത് എത്തിക്കുന്നത് അത് അവരവരുടെ കഴിവാണ്. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ നാടൻ കോഴീനെ വളർത്തുന്നത് ചില ആൾക്കാർ മുട്ടയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും. അവർ ആ മുട്ട എടുത്തിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 5-6 റുപ്യൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക നാടൻ കോഴീൻ്റെ അടുക്കുന്ന അത്രയും മുട്ട കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്കത് വലിയ ലാഭമൊന്നും അതിലുണ്ടാവില്ല. ഇപ്പം BB3 പോലത്തെ മുട്ടക്കോഴിയൊക്കെ ആണെങ്കിൽ തീറ്റ കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് ഡെയിലി മുട്ട കിട്ടിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഇവർക്ക് മുട്ട കുറവായിരിക്കും. പക്ഷേ ഈ നാടൻ കോഴി മുട്ടയൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ ഒരു 10 രൂപ റേഞ്ചിൽ നമുക്ക് കൊടുക്കാൻ പറ്റണം മിനിമം. ആ ക്വാളിറ്റി അറിഞ്ഞ് വാങ്ങുന്നവരായിരിക്കും ഈ നാടൻ കോഴി മുട്ട കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കുക. ചില ആൾക്കാർ എന്താ പറയണ്ടേ മുട്ട വലിപ്പം കുറവാന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ വാങ്ങുകയില്ല. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഇത് മാർക്കറ്റ് നമ്മൾ ആ ഒരു ഏരിയയിൽ നമുക്കിത് മാർക്കറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ മാത്രമേ നമ്മൾ ഈ നാടൻ കോഴിൻ്റെ മുട്ട അവിടെ വിൽക്കാൻ പാടുള്ളൂ. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ. അപ്പോൾ നമുക്കിനി നേരെ ടോപ്പിക്കിലേക്ക് പോവാം. അപ്പോൾ ഒന്നാമത്തെ ഒരു മാർഗം ഞാൻ അവിടെ പറഞ്ഞ പോലെ തന്നെ മുട്ട വിൽക്കലാണ്. അപ്പോൾ ഈ മുട്ട വിൽപ്പന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 10 രൂപ നാടൻ കോഴിൻ്റെ മുട്ട നല്ല ന്യൂട്രീഷൻ വാല്യൂ ഉള്ളതാണ് അതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മാർക്കറ്റ് ചെയ്തിട്ടാണ് കൊടുക്കാറ് ഉള്ളതാണ്. അപ്പോൾ അതിന് ആ ഒരു 10 രൂപയെങ്കിലും മിനിമം കിട്ടണം. ചില ആൾക്കാർ 12-13 വെക്കുന്നുണ്ട്. അപ്പോൾ ചില ആൾക്കാർ വീഡിയോക്ക് താഴെ വന്ന് കമൻറ്റ് ഇടുക, നമ്മളിവിടെ അത്ര റേറ്റില്ല 7 ഉള്ളൂ 8 ഉള്ളൂ. അപ്പോൾ ആ പരിപാടിക്ക് നിൽക്കണ്ട. സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ആ മാർക്കറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മാർക്കറ്റിങ്ങിൽ നമുക്കൊരു 10 രൂപയെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് പിന്നെ ആ പരിപാടിക്കാരൻ നിൽക്കണ്ട. അത് പല ആൾക്കാരും എന്താ പറയണ്ട ഇതാണ് പ്രശ്നം. കാരണം അവരെ ഏരിയയിൽ അവർക്ക് മാർക്കറ്റ് കിട്ടുന്നില്ല വെച്ചിട്ട് ബാക്കി എല്ലാവർക്കും അങ്ങനെയാണെന്നാണ് പല ആൾക്കാർ തെറ്റിദ്ധാരണ. നമുക്ക് ഏത് ബിസിനസ് ആയി കഴിഞ്ഞാൽ അതിൽ റിസ്ക് ഉണ്ട് അല്ലേ. നമ്മൾ ആ ബിസിനസ് നമ്മളെങ്ങനെ ആൾക്കാരിലേക്ക് എത്തിച്ച് ആൾക്കാരെ എങ്ങനെ അവരെ കൊണ്ട് സാധനം വാങ്ങിപ്പിക്കുന്നത് അതുപോലെ ആയിരിക്കും നമുക്ക് ബാക്കിയുള്ള ലാഭവും വരുമാനമൊക്കെ വരുന്നത്. അല്ലാണ്ട് നമ്മൾ വേറൊള്ള ആൾ വെറുതെ ഇങ്ങനെ കുറ്റം പറഞ്ഞത്. കാരണം നമുക്ക് ചെയ്തിട്ട് ഈ പറയുന്ന വ്യക്തികൾക്ക് ചിലപ്പോൾ ചെയ്തിട്ട് അത് സക്സസ് ആക്കാൻ പറ്റിയില്ല. പക്ഷേ എന്ന് വെച്ചിട്ട് ബാക്കിയുള്ളവരും അങ്ങനെ തന്നെയാണെന്നാണ് അവരൊരു വിചാരം. പല ആൾക്കാരിങ്ങനെ വീഡിയോക്ക് താഴെയൊക്കെ വന്ന് കമൻറ്റ് ചെയ്യാറുണ്ട്, ഇത് നഷ്ടമാണ്. ചില ആൾക്കാർ ലാഭമാണ്. അപ്പോൾ ഒന്നിക്കൽ അവർക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നഷ്ടത്തിലേക്ക് പോകുന്നത്. ചില ആൾക്കാർ കൃത്യമായിട്ട് പഠിച്ചിട്ട് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവർ ചെയ്യും. അപ്പോൾ അവർക്ക് ലാഭത്തിലേക്ക് എത്തിക്കാൻ പറ്റും. അതാണ് ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് മുട്ട തന്നെ നമ്മൾ കൊത്തുമുട്ടയായിട്ട് കൊടുക്കലാണ്. ഈ കൊത്തുമുട്ടയായിട്ട് കൊടുക്കുമ്പോൾ ഈ 10 രൂപ എന്നുള്ളത് ചില ആൾക്കാർ 20-25 രൂപയൊക്കെ എടുത്തിട്ടാണ് കൊടുക്കുന്നത്. 15, 20, 25 അത് ഓരോ കോഴീൻ്റെ ക്വാളിറ്റി പോലെയൊക്കെ ഇരിക്കും. അപ്പോൾ ഈ പറഞ്ഞ രീതിയിലാകുമ്പോൾ നമുക്ക് ഡബിൾ പ്രൈസ് കിട്ടും മുട്ടക്ക്. ചില ആൾക്കാർ കൊത്തുമുട്ടക്കായിട്ട് അന്വേഷിച്ച് ഇങ്ങനെ ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ കാണാം കൊത്തുമുട്ട കൊടുക്കാനുണ്ടോ എന്ന്. അപ്പോൾ അങ്ങനെ മാർക്കറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ലാഭം കൂടും. കാരണം മുട്ട വിറ്റ് നമുക്ക് 10 റുപ്യ കിട്ടും. കൊത്തുമുട്ട വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞല്ലോ ഒരു 10 രൂപ 25 രൂപയൊക്കെ ഒരു മുട്ടക്ക് കിട്ടും. നമ്മളെ സാധാരണ നാടൻ മുട്ട ഇതിൽ വെക്കുമ്പോൾ നമുക്ക് മാക്സിമം 10, 12, 13 കിട്ടാറുണ്ട്. ചില ഏരിയയിൽ 15 കിട്ടുന്നൊക്കെ പറയുന്നുണ്ട്. അത് വാല്യൂ അറിഞ്ഞിട്ട് വാങ്ങുന്നവരായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം നമുക്ക് ഇതിനകത്ത് പല രീതിയിൽ നമുക്ക് മാർക്കറ്റിംഗ് തന്ത്രം ഉപയോഗിച്ച് നമുക്കിത് ഈ എന്താ പറയുക നാടൻ കോഴി വളർത്തിയിട്ട് ലാഭം ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ചില ഏരിയയിൽ മുട്ടക്ക് മാർക്കറ്റ് ഉണ്ടാവില്ല. അപ്പോൾ ആ ഏരിയയിൽ ഈ പരിപാടിക്ക് നിൽക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെയുള്ളത് നമ്മളെ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ കോഴികളെ കുഞ്ഞുങ്ങളെ വിരിയിപ്പിച്ചിട്ട് അടവെച്ച് കുഞ്ഞുങ്ങളെ വിരിയിപ്പിച്ചിട്ട് കൊടുക്കുക. അതാണ് കുറച്ചും കൂടി നല്ലത്. അധിക നാടൻ കോഴീൻ്റെ വളർത്തുന്ന ആൾക്കാർ ഇതുപോലെ കോഴി കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ചിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ വിരിയിപ്പിച്ച് കൊടുക്കുമ്പോഴുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല റേറ്റിൽ നമുക്ക് വിൽക്കാൻ പറ്റും. ഓക്കെ, ചില ഏരിയയിലൊക്കെ ഒരു മാസമായ കോഴിക്കുഞ്ഞിനൊക്കെ ചില ഏരിയയിൽ 150, 200 ആ റേഞ്ചിലൊക്കെ കോഴിക്കുഞ്ഞുങ്ങളുടെ ക്വാളിറ്റി അനുസരിച്ചിട്ട് റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും. 120, 150, 170, 150 ഓരോ റേറ്റിലൊക്കെ. കാരണം ഇതിന് ഫിക്സഡ് റേറ്റ് ഒന്നുമില്ല. അത് നമ്മൾ ചില ആൾക്കാർ ഇത് റേറ്റ് കൂടുതലാണെന്ന് ഇവിടെ മറ്റേ മുട്ടത്തീറ്റക്കും മറ്റേതിനൊക്കെ റോക്കറ്റ് പോലെ മേലോട്ടേക്ക് പോകുമ്പോൾ ആർക്കും ഒന്നും പറയാനൊന്നുമില്ല. പക്ഷേ കോഴീനെ വിൽക്കുന്ന ആൾ ഒരു 10, 20, 50 രൂപ കയറ്റിയിട്ട് കഴിഞ്ഞാൽ അവിടെ മറ്റേ ഭൂകമ്പം പോലെ ആയിരിക്കും. കമൻറ്റിന് താഴെ ഇത് റേറ്റ് കൂടുതൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്. അത് നിങ്ങൾക്ക് ആ റേറ്റിൽ വിൽക്കാൻ താല്പര്യം നിങ്ങൾ ആ പരിപാടിക്ക് നിൽക്കണ്ട. പക്ഷേ വിൽക്കുന്ന ആൾ അവരൊരു പ്രൊഡക്റ്റ് ഒരു സാധനം അവർ 200-നോ 500-നോ 1000-ന് എത്രയാണെന്ന് വെച്ചാൽ വിൽക്കട്ടെ. റേറ്റ് കൂടുതലെങ്കിൽ അവർ കസ്റ്റമർ അവിടെ നിന്ന് വാങ്ങൂല. ചില ആൾക്കാർ അതിനെ മോഹവില കൊടുത്ത് വാങ്ങും. ചില ആൾക്കാർ എന്താ പറയണ്ടേ ഇതിനെ ഇഷ്ടപ്പെട്ട് വാങ്ങും.
കാരണം ഒന്നാമത് ഈ കോഴി വളർത്തൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക തട്ടിമുട്ടിയാന്ന് പല ആൾക്കാരും കൊണ്ടുപോകുന്നത് അല്ലേ, ലാഭത്തിലാക്കാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും അറിവുള്ള ആൾക്കാർ മാത്രമേ ഇതിനകത്ത് സക്സസ് ആകുന്നുള്ളൂ. ബാക്കി എല്ലാവരും തട്ടിമുട്ടിയൊക്കെ മുമ്പോട്ടേക്ക് പോകുന്നത്. അപ്പോൾ അവർക്ക് കുറച്ച് ഇതിനകത്തൊക്കെ പൈസ കിട്ടിയാലേ അവർക്ക് എന്തെങ്കിലും ചെറിയൊരു വരുമാനം പോലെ ആവും. പക്ഷേ ഒരു 10-20 കയറ്റി കഴിഞ്ഞാൽ റേറ്റ് കൂടുതലാണ്, മറ്റേതാണ് മറിച്ചാന്ന് നമുക്ക് ഭയങ്കരമായിട്ട് ഒച്ചപ്പാടായിരിക്കും. പക്ഷേ ഈ കൃഷീൻ്റെ കാര്യത്തിൽ എൻ്റെ ഒരു അഭിപ്രായം, എന്ത് കൃഷി ആയി കഴിഞ്ഞാലും ഇപ്പോൾ എല്ലാവർക്കും അത്യാവശ്യം മാർക്കറ്റിൽ റേറ്റ് കിട്ടണം. കാരണം അവർ അത്ര ഇതിൽ അതിൻ്റെ ബാക്കിൽ അധ്വാനിക്കുന്നുണ്ട്. അപ്പോൾ അതിന് റേറ്റ് കിട്ടണം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ കോഴിക്കുഞ്ഞുങ്ങളെ ഇതെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഡെലിവറി സൗകര്യം ഓൾ കേരള എല്ലാവർക്കും ഡെലിവറി അടക്കം എല്ലാവരും കൊടുക്കുന്നുണ്ട്. പെറ്റ് സർവീസിൻ്റെ വണ്ടി വഴി നിങ്ങൾക്ക് ഫേസ്ബുക്ക് വഴിയോ വാട്സപ്പ് വഴിയോ അങ്ങനെയൊക്കെ ഗ്രൂപ്പിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വിറ്റുപോകാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ഈ കോഴികളൊക്കെ ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അധികം എടുക്കാണ്ട് കുറച്ചെടുക്കുക, ഒരു 5 പീസോ ഒരു 3 പട ഒരു പൂവനല്ലേ ആ റേഞ്ചിലൊക്കെ എടുത്ത് നമ്മൾ നോക്കുക. നമുക്ക് കച്ചവടം കിട്ടുമ്പോൾ പിന്നെ വീണ്ടും അതിൻ്റെ എണ്ണം കൂട്ടുക. കാരണം ഒറ്റയടിക്ക് 10, 20, 50 കൊണ്ട് ഇടാണ്ട് അത് നമ്മൾ മാർക്കറ്റിങ് കറക്റ്റായിട്ട് നമ്മൾ ചെയ്യണം. എന്നാലും മാത്രമേ നമുക്കിത് കൊണ്ടുപോകാൻ പറ്റൂ. അല്ലാണ്ട് നമ്മൾ 10-50 കോഴീനെയൊക്കെ വെച്ച് അടയൊക്കെ വിരിപ്പിച്ച് 100 കുഞ്ഞുങ്ങളും അതിന് മേലോട്ട് കുഞ്ഞുങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ മേലോട്ട് നോക്കിയിരിക്കേണ്ടി വരും. പിന്നെ 4ാമത്തെ നമ്മൾ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു വരുമാനം കിട്ടുന്ന മാർഗ്ഗമാണ്. അത് നമ്മൾ ഈ കോഴികളെ ഇറച്ചിക്ക് വിൽക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ നാടൻ കോഴിൻ്റെ ഈ തൂക്കൂലാത്ത സാധനത്തിന് കൊടുത്തിട്ട് എന്തെന്ന് കിട്ടാനാണ്. പക്ഷേ ഈ തൂക്കൂലാത്ത സാധനം എന്ന് പറയുന്നത് നമ്മൾ ഈ തെയ്യത്തിൻ്റെ സീസൺ വരുമല്ലോ, ആ ഒരു സീസണിന് അനുസരിച്ചിട്ട് വേണം വളർത്താൻ വേണ്ടിയിട്ട്. പല ആൾക്കാരും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോഴിനൊക്കെ വളർത്തി പൂവൻ കോഴിയൊക്കെ ഉണ്ടാവും. ആ ഒരു സമയം സീസൺ എന്നല്ല എടുക്കാൻ ചിലപ്പോൾ ആളും ഉണ്ടാവില്ല, തോന്നിയ വിലക്ക് കൊടുത്തിട്ട് ഒഴിവാക്കുകയും ചെയ്യും. എന്നിട്ട് അറിയൂ ഇതൊന്നും മുതലാവില്ല, അപ്പോൾ ഇത് നഷ്ടമാണ്. അപ്പോൾ ഇതിനകത്തൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ തെയ്യത്തിൻ്റെയൊക്കെ ഒരു സീസൺ വരുന്ന സമയമാകുമ്പോഴത്തേക്ക് കോഴി പാകമായിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പറയുന്ന റേറ്റിൽ നമുക്ക് വിൽക്കാൻ പറ്റും. 750, 800, 1000, 1200 ആ റേഞ്ചിലൊക്കെ കോഴീനെ വിറ്റ് പോകുന്നുണ്ട്. കാരണം ഈ തെയ്യത്തിൻ്റെ സീസണിൽ അവരധികം തനി നാടൻ നമ്മളെ ബ്രോയിലർ പോലത്തെ കോഴിയൊന്നുമല്ല, തനി നാടൻ കോഴിയാണ് അവർ നോക്കുക. അപ്പോൾ ആ രീതിയിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തെയ്യത്തിൻ്റെ സീസണിൽ തരക്കേടില്ലാതെ ഒരു ലാഭത്തിലൊക്കെ വിൽക്കാൻ പറ്റും. നമ്മളെപ്പോഴും നോക്കേണ്ടത് വെറുതെ ഈ പൊട്ടക്കുളത്തിലെ തവളനെ പോലെ നമ്മളിങ്ങനെ ഇരിക്കാണ്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്യാം. എന്നാലും ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് വരാൻ സാധ്യതയുണ്ട്, അങ്ങനെയാണെന്ന് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയുള്ളവർ കമൻറ്റ് ഇട്ടുകൊണ്ടേയിരിക്കും. നിങ്ങൾ നഷ്ടമാണെന്ന് വെച്ചിട്ട് എല്ലാവരും നഷ്ടത്തെ തന്നെയാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ നിങ്ങൾ മാറ്റുക. കാരണം നല്ല രീതിയിൽ അറിവും കാര്യങ്ങളൊക്കെ സമ്പാദിച്ചിട്ട് അവർ കോഴി വളർത്തൽ മാത്രമല്ല പല കൃഷികളും അവർ ലാഭത്തിലേക്ക് എത്തിക്കുന്നുണ്ട് അല്ലേ. അങ്ങനെ ആയതുകൊണ്ടാണ് നമുക്ക് ഈ മുട്ടയും പാലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അങ്ങനെ എല്ലാം നഷ്ടത്തിലാണെങ്കിൽ പണ്ടേ ആൾക്കാരെല്ലാം സീൽ വെച്ച് പൂട്ടിയിട്ട് പോകില്ലേ. ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി. കാരണം ഒന്ന് ഈ പരിപാടി എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതല്ല. കാരണം ഇതിൽ പഠിക്കാൻ കുറച്ച് തയ്യാറാവണം, കാര്യങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറാവണം. അല്ലാണ്ട് ഞാൻ പറഞ്ഞു തന്നെയാണ് ശരിയെന്ന് പറഞ്ഞിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഈ പരിപാടി ഏടിയെത്തൂല. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തെറ്റായിട്ട് കാര്യങ്ങൾ എന്തെങ്കിലും ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്കും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും, നമുക്ക് തിരുത്തുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോ ഒന്ന് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്നാൽ പിന്നെ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബായ്.